ഹായ്, നമസ്കാരം. രോഗശാന്തിക്ക് നർമ്മബോധം. എന്തായിരിക്കും രോഗശാന്തിക്ക് നർമ്മബോധം എന്ന് പറയുന്നത്? ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ചിരിക്കുക, മറ്റുള്ളവരെ ചിരിപ്പിക്കുക. അതാണ് നർമ്മബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചിരിക്കാനുള്ള അവസരം ഉണ്ടാകും. അനാട്ടമി ഓഫ് ഇൽനെസ്സിൽ എന്ന പുസ്തകം എഴുതിയ ഡോക്ടർ നോർമൻ കസിൻസ് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ രോഗവിമുക്തി സാധ്യത വളരെ കുറവായിരുന്നു. ഒരു അസുഖം വരികയും അദ്ദേഹത്തിന് രോഗവിമുക്തിക്കുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയുമായിരുന്നു. എന്നാലോ മനഃശാന്തിയുടെ വിജയം അദ്ദേഹത്തെ രക്ഷിച്ചു. സന്തോഷ പ്രകടനങ്ങളിലും ചിരിയും അദ്ദേഹത്തിൻ്റെ തൻ്റെ ജീവിതചര്യയാക്കി. സന്തോഷ പ്രകടനങ്ങളും ചിരിയും അദ്ദേഹം തൻ്റെ ജീവിതചര്യയാക്കുകയും അതിൻ്റെ ഫലമായി പോസിറ്റീവായ ഹോർമോൺസ് അയാളുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അയാൾക്ക് രോഗശാന്തി ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഹോട്ടൽ മുറികളിലും ആശുപത്രികളിലും ഹാസ്യചിത്രങ്ങൾ കാണുകയും അവ ആസ്വദിക്കുകയും ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് രോഗശാന്തി ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വൈദ്യസഹായത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ജീവിക്കണമെന്ന തീവ്രമായ ആഗ്രഹവും നർമ്മബോധവും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് രോഗമുക്തി ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. രോഗമുക്തിക്കായിട്ട് നമുക്ക് നർമ്മബോധം ഉണ്ടാക്കിയെടുക്കാം. നർമ്മബോധം കൊണ്ട് നമ്മുടെ ജീവിത ക്ലേശങ്ങൾ ലഘൂകരിക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇറ്റ്സ് മീ ഷാനാസ് റഷീദ്. താങ്ക്സ്.